ഹായ്ഡാ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളിതേ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് കേട്ടോ. പ്ലാൻ ചെയ്ത് പോകാനിരുന്നത് ഒരിടത്തേക്ക്, പോയത് വേറൊരിടത്തേക്ക്. അങ്ങനെ ദേ രാവിലെ അമ്മ പൊതിച്ചോറൊക്കെ കെട്ടിത്തരുന്നുണ്ട് കേട്ടോ. ഈ പൊതിച്ചോറും പ്ലാനിലുണ്ടായിരുന്നതേ അല്ല. അങ്ങനെ ഞങ്ങൾ രാവിലെ എണ്ണിച്ച് എല്ലാവരും കൂടെ വീട്ടിലിരുന്ന് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക. പോകാനുള്ള സ്ഥലമൊക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ട്. അതായത് അനിയനും പിന്നെ നാത്തൂനും കൂടെ ഒരു എടുത്ത് പോയി. അതിൽ ഫോട്ടോ കണ്ടപ്പോൾ മക്കൾക്കൊരാഗ്രഹം അവിടെ തന്നെ പോകണമെന്ന്. വെള്ളച്ചാട്ടമാണ് കേട്ടോ, ഞങ്ങളുടെ അടുത്ത് തന്നെയാണത്, പത്തനാപുരം. 1 മണിക്കൂർ എന്തോ ഉള്ളൂ യാത്ര. അങ്ങനെ ഞങ്ങൾ വീട്ടിലൊക്കെ ഇരുന്ന് സൊറയൊക്കെ പറഞ്ഞിരുന്നു. 11 മണിയായപ്പോൾ നാത്തൂൻ പറഞ്ഞു അവിടെ ഫുഡൊന്നും കിട്ടില്ലെന്ന്. അങ്ങനെ പെട്ടെന്ന് അമ്മ അടുക്കി പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് ചോറ് മാത്രമേ റെഡി ആയുള്ളായിരുന്നു. അങ്ങനെ അമ്മ വേഗം പോയി ഒരു ഓമയ്ക്കൊക്കെ ഇട്ടുകൊണ്ട് വന്നു. അങ്ങനെ കൊത്തിയരിഞ്ഞ ഓമയ്ക്ക തോരനും ഉണക്കമീനേ ഉള്ളായിരുന്നു. ഉണക്കമീൻ പൊരിച്ചതും ചമ്മന്തിയും മുട്ട പൊരിച്ചതും മുളകടിച്ചതും ഒക്കെ ആക്കി പൊതിയൊക്കെ ഞങ്ങൾക്ക് പൊതിഞ്ഞു തന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ നേരം അപ്പുറത്തെ വീട്ടിലെ അക്ക വന്ന് പറഞ്ഞു അവിടെ പോകരുത്, ആ വെള്ളം കൊള്ളത്തില്ല, പന്ന വെള്ളമാണ്, ആ വെള്ളത്തിൽ പോയി ഇവിടെ അടുത്തുള്ളൊരു കൊച്ചിനെ ഇങ്ങനെ അസുഖമൊക്കെ പിടിച്ച് ഭയങ്കര സീരിയസ് ആയിട്ട് ആശുപത്രിയിലൊക്കെയാണ്. അങ്ങനെ കേട്ടപ്പോഴേ വീട്ടിലെല്ലാവരും അവിടെ പോകണ്ട, വെള്ളത്തിൽ ഇറങ്ങരുത് അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ പോകുന്നത് വെള്ളത്തിലിറങ്ങി കളിക്കാനാണല്ലോ. അങ്ങനെ അതവിടെ വെച്ച് ഇതാക്കിയിട്ട് അപ്പോൾ അനിയൻ പറഞ്ഞു എന്നാൽ നമുക്ക് തമിഴ്നാട്ടിൽ പോകാം. തമിഴ്നാട്ടിൽ ഫോറസ്റ്റിലൂടെ പോയിട്ട് അതുവഴി പോയി ഫോറസ്റ്റിലൂടെ പോയി തമിഴ്നാട്ടിലെത്തി അവിടെ പോയി കൊയിൻ പൊറോട്ടയും കേസരിയൊക്കെ കഴിച്ചിട്ട് വരാമെന്ന്. ഫോറസ്റ്റിലൂടെ പോകുന്നത് ഒരു നല്ല വൈബാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളത് ഓക്കെ എന്നാൽ പോയേക്കാന്ന് പറഞ്ഞു. അങ്ങനെ പോയി കേട്ടോ. പോയ വഴിയിലാണ് ചെറിയൊരു വെള്ളം പോലെ കണ്ട് അവിടെ ഇറങ്ങി. അത് കഴിഞ്ഞ് കുറച്ച് ദൂരം ചെന്നപ്പം ഫുഡ് കഴിക്കാനിരുന്നു. അങ്ങനെ ഞങ്ങൾ നിന്നാണ് കേട്ടോ, അവിടെ ഇരിക്കാനുള്ള സ്പേസ് ഇല്ലായിരുന്നു. അങ്ങനെ നിന്നാണ് പൊതിച്ചോറ് കഴിച്ചത്. നിന്ന് ഫുഡ് കഴിക്കരുതെന്നാണ്, പക്ഷേ സാഹചര്യം അതായതുകൊണ്ട് നിന്നു. മോളെ കാറിൻ്റെ മണ്ടയിൽ കയറ്റി ഫുഡ് കൊടുത്തു. പോകുന്ന വഴി കുറേ കുരങ്ങൻ കുട്ടന്മാരെയൊക്കെ കണ്ട് അങ്ങനെ അതൊക്കെ കണ്ട് ആസ്വദിച്ച് പോകുന്ന വഴിയിൽ നല്ലൊരു സീനറി കിട്ടി ഞാൻ കേട്ടോ. നല്ലൊരു വെള്ളവും സംഭവങ്ങളും ഒക്കെ ഉള്ള അവിടെ. ഞങ്ങൾ ഒത്തിരി ദൂരം പോയില്ല, കുറച്ച് ദൂരമേ ഉള്ളൂ. അനിയനും നാത്തൂനും കുറേ അങ്ങോട്ട് പോയി അവർ എൻജോയ് ചെയ്തു. ഞങ്ങളിവിടെ നിന്ന് ഇതൊക്കെ കണ്ടിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ മൂത്ത മോളെയും കൊണ്ട് ഇറങ്ങിയതാണ് കേട്ടോ. അവിടെ ഒരു വേരുണ്ടായിരുന്നു. ആ വേരി തട്ടി നല്ല രീതിയിലൊന്ന് മറിഞ്ഞൊക്കെ വീണു. മോക്കൊന്നും പറ്റില്ല, മോളെൻ്റെ മണ്ടയിലായിരുന്നു വീണത്. അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല, കാല് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ആ വെള്ളത്തിൽ അതിൽ മീനുകളും നല്ല വെള്ളമായിരുന്നു. നല്ല സൂപ്പറായിട്ട് നല്ല ഞങ്ങൾ എൻജോയ് ചെയ്തു അവിടെ. അത് നല്ലൊരു രസമായിരുന്നു കേട്ടോ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ വെള്ളച്ചാട്ടത്തിൽ പോകാൻ വേണ്ടി ഞങ്ങളെല്ലാവരും ഇവരെല്ലാം അണ്ണൻ ഷോർട്സൊക്കെ ഇട്ടു. മോളൊക്കെ വീട്ടിലിടുന്ന ഡ്രസ്സായിരുന്നു. എല്ലാവരും ട്രാക്സ് പാൻറ്റും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. വെള്ളച്ചാട്ടത്തിൽ പോയി കളിക്കാൻ വേണ്ടി പോവുകയാണല്ലോ. അപ്പോൾ ഇറങ്ങി അവിടെ കളിച്ച് കഴിഞ്ഞ് വേറെ ഡ്രസ്സൊക്കെ ഇട്ട് വരാമെന്നുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ ഇറങ്ങി ഒരുങ്ങി എല്ലാം കഴിഞ്ഞാണ് ആ അക്ക വന്ന് ഇങ്ങനെ പറയുന്നത്. അപ്പം പിന്നെ ഡ്രസ്സൊന്നും മാറ്റാൻ നിന്നില്ല. ആ ഡ്രസ്സിൽ തന്നെ ഞങ്ങളെല്ലാം പോയി കേട്ടോ. അങ്ങനെ അവിടത്തെ ആ ഒരു ഇതിൽ കുറച്ച് നേരം നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും കുറച്ച് നേരം അവിടെയൊക്കെ കളിച്ച് ഞങ്ങൾ അവിടെ നിന്ന് വിട്ട് കേട്ടോ. അങ്ങനെ ഫോറസ്റ്റിലൂടെ പോകുന്നത് കേട്ടോ. കൊടും കാടാണ്. അങ്ങനെ പോകുന്ന വഴി ഒരു മുള്ളം പന്നിയെ കണ്ടു. അങ്ങനെ അതിനെ കുറച്ച് നേരം വീഡിയോ ഒക്കെ ഇട്ട് പോലെ മയിലിനെ കണ്ടു. കുറേ മയിലുകളുണ്ടായിരുന്നു കേട്ടോ. കുറേ മയിലുകൾ, കുറേ കുരങ്ങന്മാർ, അങ്ങനെ ഒരു കുഞ്ഞിനെ കൊണ്ടൊക്കെ ഇരിക്കുന്നത്. അതൊക്കെ നല്ല രസമായിരുന്നു കാണാൻ. അങ്ങനെ ഞങ്ങൾ ആ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ അവിടെ നിന്ന് വിട്ട് കേട്ടോ. അങ്ങനെ പോകുന്ന വഴിയിൽ കുറേ കാഴ്ചകളുണ്ടായിരുന്നു. ഇങ്ങനെ ഫോറസ്റ്റിലൂടെ പോകുമ്പോൾ നല്ലൊരു രസമാണ് കേട്ടോ. ഞങ്ങൾ ഗ്ലാസ്സൊക്കെ തുറന്നിട്ട് ആ വൈബൊക്കെ ഒന്ന് ആസ്വദിച്ചൊക്കെയാണ് കേട്ടോ പോയത്. അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലെത്തി. തമിഴ്നാട് നമ്മൾ ബോർഡർ കയറി. അങ്ങനെ തമിഴ്നാട്ടിലെത്തി. അവിടുത്തെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് അങ്ങനെ ഞങ്ങൾ അവിടെ തമിഴ്നാട്ടിലെത്തിയപ്പം അവിടെ ചെന്നത്. അപ്പോൾ അനിയൻ പറഞ്ഞു നമുക്ക് ഇവിടെ സുന്ദരപാണ്ഡിപുരം ഉണ്ട്, അവിടെ സൂര്യകാന്തി തോട്ടം ഉണ്ട്, അങ്ങനെ അവിടെ പോകാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടോട്ട് വിട്ടു. അപ്പം ഞാൻ പറയുന്നുണ്ടായിരുന്നു അവിടെ സൂര്യകാന്തി ഉള്ളത്. അപ്പം അവിടെ സീസൺ ആണെങ്കിൽ എന്തായാലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ അവിടുത്തെ വീഡിയോസൊക്കെ കാണും. അവിടെ ചിലപ്പോൾ ഇപ്പോൾ സീസൺ ആയിരിക്കില്ല. അപ്പോൾ അവൻ പറയും എന്തായാലും നമുക്ക് ചെന്ന് നോക്കാം. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ചെന്ന് അതായത് വിൻഡ് മില്ല് അങ്ങനെയൊക്കെ അവിടെയൊക്കെ
ചെന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇപ്പോഴല്ല ഈ സീസൺ ഇവിടെയൊക്കെ അവർ തുണിയൊക്കെ ഇങ്ങനെ ഉണക്കാനിട്ടേക്ക് കേട്ടോ. ഇപ്പോഴല്ല സീസൺ, നമ്മുടെ ഓണ സമയത്താണ് ഇവിടുത്തെ സൂര്യകാന്തിയുടെ ആ സീസൺ. ഇപ്പം അല്ല, ഇപ്പോൾ ഫ്ലവർ ഒന്നുമില്ല.